ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള എലമെൻസിലെ കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ കഫ്നിൽ ജലദോഷത്തിനും കഫം ഉള്ളതും ഇല്ലാത്തതുമായ ചുമയ്ക്കും അണുബാധയില്ലാത്ത ചുമയ്ക്കും വരണ്ട ചുമ, വില്ലൻ ചുമ എന്നിവയ്ക്കും അത്യുത്തമം. ഇരട്ടി മധുരം അടങ്ങിയതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും കുട്ടികൾക്കും കഴിക്കാവുന്ന ആയുർവേദ കഫ് സിറപ്പാണ്. മറ്റു ചേരുവകൾ വരുന്നത് തുളസി, ആടലോടകം, കൊഴിഞ്ഞിൽ, ത്രിഫലി, നീലപുഷ്പം, കന്തകാരി, കച്ചോലം, പുതിന. അടുത്തതായി വരുന്നത് ആയുഷസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ശ്വാസകോശ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും പ്രതിരോധിക്കുവാൻ സഹായിക്കുന്ന ഉൽപ്പന്നം. ശ്വസനാവയവങ്ങളുടെയും കഫസംബന്ധമായ ശാരീരിക അസ്വസ്ഥതകളെയും ഫലപ്രദമായി ചെറുക്കുന്നു. എത്ര കാലപ്പഴക്കത്തിയ കഫാണെങ്കിലും ഇതുമൂലം മാറിപ്പോകുന്നതാണ്. അടുത്തതായി വരുന്നത് ഓണാനോണിൻ്റെ കവചപ്രാഷ്. കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. അടിക്കടിയുള്ള ചുമ, ജലദോഷം എന്നിവ തടയുന്നു. ശരീരപുഷ്ടിക്കും ഉന്മേഷത്തിനും പോഷകാഹാരക്കുറവിനും ഉത്തമം. ഏതു പ്രായത്തിലുള്ളവർക്കും ഇത് ഉപയോഗപ്രദമാണ്. ഇതിൽ കൂടുതലും ബ്രഹ്മിയൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അത് കാരണം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഫലപ്രദമാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. അടുത്തതായി വരുന്നത് വൂണ്ട് ഹീൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. പൊള്ളൽ, മുറിവ് എന്നിവയ്ക്ക് പ്രത്യേകിച്ചും പ്രമേഹക്കാർക്ക് അനുയോജ്യമായത്. അതായത് പ്രമേഹ രോഗികൾക്ക് വരുന്ന മുറിവുകൾ വരെ ഉണക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ചെറിയ മുറിവ്, പൊള്ളൽ എന്നിവ പൊള്ളിയ പാടുകൾ ഉള്ളവർക്ക് പുറമെ പുരട്ടാൻ ഉത്തമം. പാടുകളടക്കം പോകുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് ബിലോ 37. ഇത് നമ്മൾ പാരസിറ്റമോളിന് പകരമായിട്ട് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പകർച്ചപ്പനി, ജലദോഷം, ശരീരത്തിലുണ്ടാകുന്ന അമിത ഉഷ്ണം എന്നിവ കുറയ്ക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉത്തമമാണിത്. അടുത്തതായിട്ട് വരുന്നത് ഇമ്മ്യൂണോ 3+. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, പുളിച്ചു തികട്ടൽ, ദഹനക്കുറവ്, ചെറിയ വയറുവേദനകൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ത്വക്കിനെ സംരക്ഷിക്കുന്നതിനും അത്യുത്തമം. അടുത്തതായിട്ട് വരുന്നത് ഫീലിംഗ് ക്യാപ്സൂള്. ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഇതിൻ്റെ കുറവ് അനീമിയ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് ഇടയാകുന്നു. എന്നാൽ ഫീലിംഗ് സിറപ്പ് അല്ലെങ്കിൽ ക്യാപ്സൂളിൻ്റെ ഉപയോഗം ആവശ്യമായ ഹീമോഗ്ലോബിൻ ശരീരത്തിൽ നിലനിർത്തുവാനും അയണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. അടുത്തതായിട്ട് വരുന്നത് ഫൈട്രസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. മാനസിക ക്ലേശങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവിനെ മെച്ചപ്പെടുത്തുന്നു. ഉത്കണ്ഠ, മനക്ലേശം എന്നിവ അനുഭവിക്കുന്നവർക്കും ഉറക്കമില്ലായ്മ, മാനസിക ഊർജമില്ലായ്മ എന്നിവയ്ക്കും അത്യുത്തമമാണ്. ഉറക്കക്കുറവുള്ളവർക്ക് മാനസികമായിട്ട് വരുന്ന പിരിമുറുക്കമില്ലേ, അതിനൊക്കെയുള്ള ഇതാണിത് ഫൈട്രസ്.